കുടവയർ ഒരു സൗന്ദര്യ പ്രശ്നം മാത്രമല്ല, നമ്മുടെ ഫിറ്റ്നസ് കുറയുന്നതിന്റെ ഒരു ലക്ഷണം കൂടിയാണ് കുടവയർ. ഏറ്റവും കൂടുതൽ ഫിറ്റ്നസ് ഉള്ളവരെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, അവിടെ വയറ് വളരെ ഫ്ലാറ്റ് ആയിരിക്കും. അപ്പോൾ ഈ കുടവയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുടവയർ ഉള്ളവർ കേരളത്തിലാണ്. 65.4% കുടവയർ ഉള്ളവരാണ് കേരളത്തിലുള്ളത്. അത് കഴിഞ്ഞ പഞ്ചാബാണ് 62.5. അതുപോലെ നമ്മുടെ വേസ്റ്റിന്റെ അളവ് 32 ഇഞ്ചിന് മുകളിൽ ഉള്ളത് ഒരു റിസ്ക് ഫാക്ടറാണ്. അതുപോലെ തന്നെ സ്ത്രീകളിൽ 31 ഇഞ്ചിന് മുകളിൽ കാണിക്കുന്നത് ഒരു റിസ്ക് ഫാക്ടറാണ്. അവർക്ക് കൂടുതൽ അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകൾ, ഡയബറ്റിക് ഇങ്ങനെയുള്ളതിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ കുടവയർ കുറക്കുന്നതിനുള്ള കുറച്ച് യോഗ പോസ്റ്റേഴ്സും ഞാൻ ഇതിൽ കാണിക്കുന്നത്. ഞാൻ ഇതിക്കുമ്പോൾ ഇതേ വീഡിയോകൾ ചെയ്തിരുന്നു. അപ്പോൾ പലരോടും കൂടുതലായി ചെയ്യണമെന്നുള്ള അഭ്യർത്ഥന മാനിച്ചാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സസൈസ് ചെയ്യുന്നവർ വൈകുന്നേരം പാലിക്കേണ്ടവ, ഈവനിങ്ങിൽ ഭക്ഷണം എന്ത് കഴിക്കണമെന്നതിനെ കുറിച്ചുള്ള ടിപ്പ് കൂടി ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് ഈ വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് യോഗ മാറ്റിൽ ഉയർന്ന് കിടക്കാം, നേരെ കിടക്കാം, കൈ കാലൊക്കെ അടുപ്പിച്ച് വെച്ച് രണ്ട് കാലം ഉയർത്തിക്കൊണ്ട് മൊട്ടക്സിന്റെ അടുത്തേക്ക് നമുക്ക് നേരെ ഉയർത്തിയിട്ടില്ല. അതുപോലെ സൈക്ലിംഗ് മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ വലത് കാലിൽ സ്ട്രെയിറ്റ് കൊണ്ടുവരിക, അതുപോലെ ഇടത് കാലം ബാക്കിലേക്ക്. നമ്മുടെ ടോസിന്റെ ഭാഗം ഈ ഈയുടെ പോയിന്റിൽ വന്ന രീതിയിൽ കൊണ്ടുവരിക, തിരിച്ചു അതുപോലെ കൊണ്ടുവരിക. 1 2 3 4 5 6 7 8 9 10. ഇതിന് ശേഷം നമ്മൾ തിരിച്ച് ചെയ്യാം. നമ്മൾ ക്ലോക്ക് വൈസിലാണ് ആദ്യം സൈക്കിൾ ചെയ്ത്, ഇനി തിരിച്ച് റിവേഴ്സ് അതുപോലെ ചെയ്യാം, ബാക്കിലേക്ക്. 1 2 3 4 5 6 7 8 9 10. ഇത് സൈക്ലിംഗ് മെത്തേഡാണ്. ഇതൊരു 10 റൗണ്ട് നമ്മൾ ചെയ്യാം. 10 വെച്ചുള്ള 10 റൗണ്ടുകൾ നമ്മൾ ചെയ്യാം. അതിനുശേഷം ലെഗ് റൈസ് ആണ്, ദണ്ഡാസൻ എന്ന് പറയും. അതിന് ആദ്യമായി കാല് 30 ഡിഗ്രിയിൽ ഉയർത്താം. എന്നിട്ട് ഒരു 30 സെക്കൻഡ്സ് നമുക്ക് ഈ പൊസിഷൻ ഹോൾഡ് ചെയ്ത് നോർമൽ ബ്രീത്തോടു കൂടി നിൽക്കാം. പൂർവ്വസ്ഥിതിയിലേക്ക് വരാം. അതിനുശേഷം 45 ഡിഗ്രിയിൽ നിൽക്കാം. ഇതുപോലെ തന്നെ ഒരു 30 സെക്കൻഡ്സ് ഇങ്ങനെ നിന്ന ശേഷം നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് വരാം. അതിനുശേഷം 60 ഡിഗ്രിയിൽ നമുക്ക് ഏതാണ്ട് അപ്രോക്സിമേറ്റ് മതി, 60 ഡിഗ്രിയിൽ നിൽക്കാം. ഒരു 30 സെക്കൻഡ്സ് നോർമൽ ബ്രീത്തോടുകൂടി നിൽക്കുക, എന്നിട്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരാം. ഇത് നമ്മൾ 5 റൗണ്ട് ചെയ്യാം ഓരോന്നും. അത് ചെയ്ത ശേഷം നമുക്കൊരു മൂവ്മെന്റ് ചെയ്യാം. ഇൻഹേൽ ചെയ്ത് കാലുകൾ ഉയർത്താം, എക്സേൽ ചെയ്ത് ഡൗൺ ചെയ്യാം. 1 2 3 4 5. പിന്നെ 5 ടൈംസ് ചെയ്യാം. അത് ഒന്ന് റിലാക്സ് ചെയ്യാം, വീണ്ടും 5 ടൈംസ് ചെയ്യാം. അങ്ങനെ ഒരു 10 റൗണ്ട് നമുക്ക് ചെയ്യാം. ഇതിന് ശേഷം സാവകാശം കമന്ന് കിടക്കാം. ഫ്ലാങ്ക് മെത്തേഡാണ്. ഫ്ലാങ്ക് ചതുരംഗ ദണ്ഡാസന എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിനായിട്ട് ആദ്യം നമ്മൾ നേരെ യോഗ മാറ്റിൽ നേരെ കിടക്കാം. നമ്മൾ 2 ടോസിലും 2 കൈകളിലായിട്ട് ബാലൻസ് ചെയ്ത് ബോഡിയെ ഇങ്ങനെ സ്ട്രെയിറ്റ് നിർത്തും. നിങ്ങൾ 30 സെക്കൻഡ്സോ അല്ലെങ്കിൽ 15 സെക്കൻഡ്സോ നമുക്ക് ഇതുപോലെ ചെയ്യാം. നിങ്ങൾക്ക് ഒരു 3 റൗണ്ട് നമുക്ക് ചെയ്യാം. അതിനുശേഷം യോഗ മാറ്റിൽ നേരെ കിടന്ന് അല്പം റിലാക്സ് ചെയ്യാം. ശവാസന, കൈയും കാലൊക്കെ അകത്തി വെച്ച് ശരീരം മൊത്തം തളർന്ന് കുറച്ചേരം റിലാക്സ് ആയിട്ട് കിടക്കും. പോലെൻ FHS പ്രകാരമുള്ള കണക്കാണ് കേരളം കുടവയറിന് മുന്നിൽ എന്ന് ഞാൻ പറഞ്ഞത്, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പ്രകാരം. അപ്പോൾ ഇതിന്റെ അവസാനം ഞാനൊരു ടിപ്പ് പറയാമെന്ന് പറഞ്ഞിരുന്നു. ഈ എക്സസൈസ് ഒക്കെ ചെയ്ത ശേഷം വൈകുന്നേരത്തെ ഒരു ഫുഡ് നമ്മൾ 7 മണിക്ക് മുമ്പ് കഴിക്കുക എന്നുള്ളതാണ്. 7 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കുക. ആ കഴിക്കുന്നത് നമ്മൾ സലാഡ് ഇങ്ങനെയുള്ള ഐറ്റത്തിൽ ഒതുക്കുക. നമ്മൾ ഹാർഡായിട്ട് ഫുഡ് കഴിക്കാണ്ട് ഒരു വെള്ളരി അരിഞ്ഞെടുക്കുക. അതിൻ്റെ കൂടെ ക്യാരറ്റ്, തക്കാളി ഇങ്ങനെയുള്ള 1-2 ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ
ഒക്കെ ചേർത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കുക. 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ കഴിക്കുക. അപ്പോൾ വൈകുന്നേരത്തെ ഭക്ഷണം അത് മാത്രമാക്കി ചുരുക്കുക. നമ്മൾ ഹെവിയായുള്ള ഭക്ഷണം ഒഴിവാക്കി 7 മണിക്കും കഴിക്കുക, ആവശ്യത്തിന് വെള്ളവും കുടിക്കുക. ആ രീതിയിൽ നമ്മൾ കുറച്ചു കാലം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വയറും കുറയും, നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട് വളരെ ഉപകാരപ്രദമായിരിക്കും. നമ്മുടെ വേറെ പല പ്രശ്നങ്ങൾ, BP, ഡയബറ്റിക് പ്രശ്നങ്ങൾ വരെ ഇതുമൂലം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഇതുപോലുള്ള കണ്ടന്റുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നമസ്തേ.